മോനെ എടുത്തോ, മോനെ വേഗം എടുത്തോ, വീഴരുതട്ടാ. പഠിച്ചോനെ ഒരു പാട്ട് പാടിക്കോട്ടെ. തബലിസ്റ്റ് എഴുന്നേറ്റ് പോയാ മോനെ, മൂന്നാം കട്ടയ്ക്ക് പിടിച്ചോട്ടാ. തബലയുടെ റെഡിയല്ലേ? എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, കത്തറിയുന്നു വായോ സുൽത്താന്റെ വേലക്കാരാ, സുൽത്താന്റെ ജോലിക്കാരന്റെ കാര്യം പറയുമ്പോ ആരാ വേലിക്കൊക്കെ എടുത്ത് മാറണേ? ആരാത്? ഇവിടെ വരാനോ പറഞ്ഞ നിന്റെ അടുത്ത് തന്നെ, നീയല്ല. ഇവിടെ വരാൻ ആ പറയാൻ ഷർട്ട് ഇട്ടോ, ഇവിടെ വരാനോ പറഞ്ഞ. വിളിച്ചാ വിളിപ്പുറത്ത് വരൂല അല്ലേ? ആ എന്താ മോനെ, ആ ശാരദയുടെ വീട്ടിലൊരു ബഹളം കേൾക്കണേ? ഇത്താ പോയി നോക്ക്. ആ നീ ഒന്ന് പോയി നോക്കടാ. ഇത്താക്ക് പോയി നോക്കിക്കൂടെ? ഓ ഒരു ബഹളം ഉണ്ടാവുമ്പോ നിന്നെ പോലെ ആമ്പിള്ളേരിൽ ആദ്യം പോയി തല്ലി പഠിക്കണം. നീ ഒന്ന് പോയി നോക്കടാ. ഇത്താക്ക് പോയി നോക്കിക്കൂടെ? ഇത്താടെ വീടിനടുത്തല്ലേ, ഇത്താക്ക് പോയി നോക്കിക്കൂടെ? നിനക്കൊന്ന് പോയി നോക്കിയാലെന്താ? ഇത്താക്ക് പോയി നോക്കാലെന്താ? നിനക്ക് നോക്കിയാലെന്താ? ഞാനിന്ന് പോയി നോക്കിയതിൻ്റെതാ ഈ കുഴപ്പമില്ല. ആഹാ നീ ആള് കൊള്ളാല, മന്ത്രിയാവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ നിനക്ക്. എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ. നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ, ഇപ്പൊ അങ്ങോട്ട് വളർന്ന് നേർച്ച കൊണ്ടിന്റെ കാര്യമായി. എന്നും ഇങ്ങനെ കുഞ്ഞായിട്ടിരുന്നാ പറ്റുമോ? എന്നും കുഞ്ഞായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ആര്? കുഞ്ഞാലിക്കുട്ടി. ഇത്താടെ പിന്നെ മറ്റൊരു മോനുണ്ടായിരുന്നല്ലോ, അവന് രണ്ടാമത്തെ. അവൻ ഖത്തറിൽ പോയതിന്റെ പാട്ടല്ലേ ഞാനിപ്പോ പാടിയേ. അത് ശരി, അതിന്റെ ഒരു ബഹളവും പാട്ടും എന്താണ്? അവന് വലിയ മെച്ചമില്ല അവന്. അതെന്താ? തീറ്റ കൊടുക്കണില്ല എന്നാ കേട്ടെ. തീറ്റ കൊടുക്കുന്നില്ലേ? രാവിലെ ഒരു കൂട് കപ്പലിന്റെ കൊടുക്കും, ഉച്ചക്ക് 2 ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ആകുമ്പോ ഒരു പയം കൊടുക്കും. അത് ശരി. അപ്പൊ അറബി ശരിയല്ലായിരിക്കും. അതാ അറബി ശരിയല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയല്ലേ. അതെന്ത് പറ്റി? അവനെ ഒരു കുരങ്ങിന്റെ വിസയില അവിടെ നിന്ന് കയറ്റി വിട്ടേക്കണേ. അത് ശരി. പിന്നെ രണ്ടാമത്തെ മോൻ രണ്ടാമത്തെ മോൻ അവന് അബൂബക്കർ, അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു നാടകത്തിൽ നീ അഭിനയിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. ശമ്പളം കുറവാ മോനെ, ആകെ 250 രൂപ കിട്ടും. അതിനകത്ത് 200 രൂപയ്ക്ക് തിന്നും, ബാക്കി 50 രൂപ ഓട്ടോറിക്ഷക്കാരൻ മേടിച്ചെടുക്കും. അതായത് ഞാൻ പറഞ്ഞു നീ ഇനി പോണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ അവന് 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. സീരിയലൊക്കെ ഉണ്ടോ? അത് ശരി. അപ്പൊ രക്ഷപ്പെട്ടല്ലേ, സീരിയലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണ വീട്ടില്. അത് ശരി. ഇത്താടെ മൂന്നാമത്തെ മോനുണ്ടായിരുന്നു. മൂന്നാമത്തെ മോൻ മുജീബിന് റെയിൽവേയില് ജോലി കിട്ടി. ട്രെയിൻ ഓടിക്കുന്ന പണിയാണ്. ജോലി കിട്ടിയിട്ട് എന്തായി? അവനെ റെയിൽവേന്ന് പിരിച്ചുവിട്ടു. അതെന്തിപ്പോ ജോലി കയറിയുള്ള അനുമതി? 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പിരിച്ചുവിട്ടു. അതെന്ത് പിരിച്ചുവിട്ടു? നീ അറിഞ്ഞില്ലായിരുന്നു? അത് ഞാൻ അറിഞ്ഞില്ല. പഠിച്ചവനെ ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ല. അവൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിനായിട്ട് പോവായിരുന്നു. എറണാകുളത്തെത്തിയപ്പോ ഇവന് ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിനിന് തല വെക്കാൻ വേണ്ടി പാളത്തുമ്പോ ബലങ്ങനെ കിടക്കണം. അയ്യോ, ഇത് കണ്ട വയ്യ വണ്ടി പാളം തെറ്റിച്ചു. പാളം തെറ്റിച്ചു? അതെന്തിനാ അവൻ പാളം തെറ്റിച്ചത്? അവന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണ്ടേ? അവന്റെ ജീവനാണോ വലുത്, അതോ ഇത് 10,000 ആൾക്കാരുടെ ജീവനാണോ വലുത്? അവന്റെ തലയെ കൂടെ കയറ്റി ഇറക്കണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ മുജീബിന്റെ ഉന്നം. പക്ഷെ വണ്ടി ഇങ്ങനെ അടുത്തെത്തിപ്പാ ഇവനെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. പക്ഷെ നമ്മുടെ മോൻ വിടോ, അവൻ വണ്ടിയായിട്ട് പുറകെ പോയി. ഇവനൊരു പാടം ചാടി ഓടി, ഇവൻ പുറകെ തീവണ്ടിയായിട്ട്. അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കയറ്റി. പിന്നെ തൃശ്ശൂർ ഓടുന്ന പാളത്തുമ്പോ കയറ്റി നേരെ ബോംബെക്ക് പോയി. ഇപ്പൊ അവൻ ഭ്രാന്താശുപത്രിയിലുണ്ട്. കാണണോ? വേണ്ട. പിന്നെ ഇക്കായ കാണുന്നില്ലല്ലോ. ഇക്കാന്റെ കാര്യമൊന്നും പറയണ്ട അവനെ. ഈ കഴിഞ്ഞ ദിവസം വിടാർന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ? പടച്ചോനെ, ഇപ്പൊ പഞ്ചായത്തിന്റെ ഒരു പുതിയ പരിപാടി ഉണ്ട്. എന്തോ? നാട് നീളെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കില്ലേ? കമ്പ്യൂട്ടർ വിജ്ഞാനം. അക്ഷയയുടെ അത് കൊലച്ചതിയായി പോയി അവനെ. ഒരു പെങ്കൊച്ചിക്കാരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. നമ്മള് വീട്ടിലുണ്ടായില്ല. ഞാൻ കുടുംബശ്രീയുടെ സമ്മേളനത്തിന് പോയേക്കല്ലായിരുന്നോ? ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ സബീനയാണ് പറഞ്ഞ ഒരു പെങ്കൊച്ചു വന്ന് ഇക്കാനെ വിളിച്ച് മുറിയിലകത്തേറി വാതിലടച്ചിട്ടുണ്ടെന്ന്. കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ. അത് തന്നെ. എന്താന്ന് അറിയണമല്ലോ അവനെ. നമ്മള് പെണ്ണുങ്ങളാണല്ലോ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ഞാൻ ചെന്ന് ചെവി വെച്ച് നോക്കി പോനെ. അപ്പൊ അകത്ത് കുശുഷ്പ് കേക്കാം. അപ്പൊ ഇവള് ഇക്കാന്റെ അടുത്ത് പറയാണ്, ഇക്കാ ഞാൻ മോണിറ്റർ കാണിച്ചു തരട്ടെ. അത് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ. അത് ശരിയാണ്, അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവള് ഇക്കാന്റെ അടുത്ത് പറയാണ്, ഇക്കാ ഇനി ഞാൻ കീപാഡ് കാണിച്ചു തരാം. അപ്പൊ അവളെ എന്തോരം ചീപ്പായിരിക്കണം മോനെ. അത് കീപാഡ് അതന്നെ, അതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടല്ല. ഇത് കഴിഞ്ഞിട്ട് അവള് പറയാണ്, ഇക്ക ഇതാണ് മൗസ്, ഇതുമേ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഞാൻ
അത് കേട്ട വഴി നമ്മുടെ കൺട്രോള് പോയി അത് മൗസ് പോവാനേ. അത് കണ്ട വഴി നമ്മളെന്ത് ചെയ്ത് വാതിൽ ചവിട്ടി തുറന്ന് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്നിക്കടിച്ച് അവളെ ഓടിച്ചു. ഇക്ക ഞാൻ ചെല്ലട കണ്ട വഴി ഡിലേറ്റ് ആയി പോയി. രാവിലെ ഇവിടുന്ന് പോയതാ മോനെ. എവിടെ ഇപ്പൊ ഏതോ ഷാപ്പിൽ അടിച്ച് ഓഫായിട്ട് കിടപ്പുണ്ടാവും. അതെങ്ങനെ എത്താക്കറിയാം ഷാപ്പിൽ അടിച്ച് ഓഫായി കിടക്കാണെന്ന്? ഞാൻ ഇക്കാനെ ഈ കുറച്ചു മുമ്പ് മൊബൈലിൽ വിളിച്ചപ്പം ഒരു പെണ്ണുമുള്ള എടുത്ത അവള് പറഞ്ഞു ഒന്നില്ലെങ്കിൽ പരിധിക്ക് പുറത്താ അല്ലെങ്കിൽ ഓഫാണെന്ന് പറഞ്ഞു. അത് റേഞ്ച് ഇല്ലാഞ്ഞിട്ടാ. അത് നിന്നോടാരാ പറഞ്ഞേ? ഇക്കാക്ക് റേഞ്ച് ഇല്ലാന്ന്. അത് മൊബൈലിന്റെ റേഞ്ച് ഇല്ലാന്ന് അതന്നെ ഞാനും പറഞ്ഞ മൊബൈലിന് റേഞ്ച് ഇല്ലാണ്ട് ഇവിടുത്തെ സ്ഥലം വിറ്റ് ഹൈ റേഞ്ചിൽ പോയി താമസിക്കാൻ പോണതാ. അത് തന്നെയല്ല മോനെ, ഇക്കാക്ക് സുഖമില്ലാടാ. സുഖമില്ല. എന്ത് പറ്റി? രാവിലെ ഒരു 7 മണിയാവുമ്പോ മൂത്രമൊഴിക്കും. മൂത്രമൊഴിക്കും? അതെല്ലാരും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല. അതൊന്നും അസുഖമല്ല. അല്ല പിന്നെ ഒരു 9 മണിയാവുമ്പോ എന്റെ നെഞ്ചുവേദന, വയറുവേദന, നടുവേദന, പിന്നെന്താ അപ്പീടും. അയ്യേ, അതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ ഒരു അസുഖമല്ല. അതൊന്നും അസുഖമല്ല. അതൊന്നും അസുഖമല്ലെന്ന്. പക്ഷെ ആളെ എഴുന്നേക്കണത് 10 മണിയാവുമ്പോഴാണ്. അത് ശരി. അപ്പൊ കിടക്കപ്പായി തന്നെ കിടന്ന് അപ്പൊ അതൊരു അസുഖമാണ്. അത് അസുഖമാ. അത് അസുഖം. ഞാൻ ഇപ്പൊ തന്നെ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ നീ എന്തിനാ പെട്ടെന്ന് വൈഫിനെ വിളിച്ചു പറയണേ? അല്ല, അവളുടെ വിചാരം ഞാൻ മാത്രം ഇങ്ങനെ ഈ ലോകത്ത് ചെയ്യുന്നുള്ളെന്നാ. അത് ശരി. അപ്പൊ നീ ആ ടീമാണല്ലേ? അത് തന്നെയല്ല മോനെ, ഞങ്ങള് തമ്മിൽ ഡൈവേഴ്സ് ആവാൻ പോവാ. അതെന്താ? ശരിയാവൂല. ഞങ്ങള് തമ്മില് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പ പാമ്പും കീരിയാണ് മോനെ. അതെന്ത് പറ്റി? അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടോ? പ്രശ്നം എന്തോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കബഡി കളിക്കാരന്റെ അടുത്ത് പോയി. കബഡി കളിക്കാരനല്ല, കബഡി നിരത്തുകാരൻ. അത് തന്നെ, കബഡി ഇങ്ങനെ നിരത്തുന്ന ആള്. ജോത്സ്യന്റെ പാട്ടുകാരിയല്ലേ? അത് റിമിറ്റോമി അല്ലേ? അതെ തന്നെ. അങ്ങനെ അയാളുടെ അടുത്ത് നോക്കിയപ്പോ അയാൾ ഇങ്ങനെ കബഡി കളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ നാളിന്റെ കുഴപ്പം കൊണ്ടാ നിങ്ങളിങ്ങനെ വയക്കൂടണെന്ന് പറയണേ. നാളിനെന്തോ കുഴപ്പം? ഇത്തട നാളെന്തുവാ? എന്റെ നാള് നല്ല ആളല്ലേ? എന്തോ ഇത്തട മകം പിറന്ന മങ്കി. അത് നിന്റെ ഉമ്മുമ്മ. ഇക്കാന്റെ നാള് കൊള്ളൂല. എന്തോ നാള്? ആയില്യം. ആയില്യം പാമ്പിന്റെ നാളല്ലേ? പാമ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് അല്ലേ ആയില്യം? ആര്? ഇക്കാന്റെ നാളാ? ഇക്കാന്റെ ആവൂല. പാമ്പ് നല്ല, ആയില്യം നല്ലതാണ്. ഇക്കാന്റെ ആണോ? പാമ്പിന്റെ നാളാ അത് ശരിക്കും. പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന്. പാമ്പാണെങ്കിൽ ഒന്ന് കൊത്തണം, അല്ലെങ്കിൽ ഒന്ന് ചീറ്റണം, അതല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ വേലിമ ചുറ്റി പണിഞ്ഞു കിടന്നിട്ട് ഞാൻ പാമ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ എന്റെ പൊന്നിട്ടാ. പിന്നെ നിങ്ങൾ ചുമ്മാ അനാവശ്യം പറ. നിങ്ങൾ മക്കളൊക്കെ ഉള്ള മക്കളുണ്ടായെന്ന് പറഞ്ഞപ്പോ പ്ലാവ ഉമ്മ എല്ലാ കൊല്ലം ചക്ക ഉണ്ട്. അതിന് ഉടമസ്ഥൻ വല്ല വളമിട്ടിട്ടാ. നീ ഇങ്ങനെ വീട്ടിൽ വരുമ്പോ എപ്പോഴും ഇങ്ങനെ തോളത്തിട്ട് വിളാമ്പല്ലേട്ടാ. എനിക്ക് കൺട്രോൾ കിട്ടിയാലും ചിലപ്പോ നിനക്ക് കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. അത് തന്നെയല്ല മോനെ, ഇക്കെങ്ങാനും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇക്കാക്ക് സംശയോടാ. ഈ വയസ്സ് കാലത്താ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുതലിനെയാ ഇക്കാക്ക് ഒടുക്കത്തെ സംശയമാണ്. ഇപ്പൊ നമ്മളെ തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാണ്ടല്ല, നമ്മളെ തമ്മിൽ കഥ ഉണ്ടാക്കും. അതുകൊണ്ട് നീ വേഗം പൊക്കോ. എവിടെ വന്യുണ്ടടാ? നീ എവിടെയെങ്കിലും പോയി ഒളിക്ക്. ഇക്ക നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവൂല. ഞാൻ എവിടെ പോയി വിളിക്കാം? എവിടെ വിളിച്ചാലും എന്തെങ്കിലും ഒക്കെ പുറത്ത് തള്ളി നിൽക്കും. മിണ്ടല്ലേ? ഒരു കാര്യം ചെയ്യ്, മുണ്ടയ്ക്ക്. അയ്യേ, ഇക്ക പുറത്തേക്കുന്ന അതിനല്ലടാ അവന്റെ പ്രതീക്ഷ. ഞാൻ നിന്നെ ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെടുത്താ. നീ സ്വന്തം അല്ലല്ലോ. ആവശ്യത്തിനൊക്കെ ധരിച്ചിട്ടില്ലേ? പെട്ടെന്ന് ഊരടക്കാൻ നിന്നെ രക്ഷപ്പെടുത്തണ്ടേ? ഇക്ക കാണാതെ രക്ഷപ്പെടുത്തണ്ടേ? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഐക്യമുണ്ട്. പുറത്തേക്ക് വാ. പുറത്ത് വാടാ. നീ മുണ്ടിങ്ങനെ വലിച്ചു പിടിച്ചോ. നിന്റെ മോന്ത കാണിക്കരുത്. അയ്യമ്മ തുണിയിട്ടേക്കണ അരിട്ടാ. വലിച്ചു പിടിച്ചോട്ടാ. ആ വാതില് തുറക്കാൻ പോവാണ്. ഈ വാതിലാണെങ്കിൽ തുറക്കാനും പറ്റണില്ലല്ല. പോരെ. സരികുമാർ വന്നാരിയാണല്ലോ എന്നെ. എന്താടി നിന്റെ മുഖത്തൊരു ബളിച്ച ചിരി? അത് ഇന്നലെ ഇട്ട ചിരി. അതാ നേരം വെളുത്തപ്പോ വളിച്ചു പോയേ. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനില്ലേ? അപ്പൊ അല്ല, ഫ്രിഡ്ജിൽ വെക്കാൻ പവർ കട്ടല്ലേ മനുഷ്യനെ. അല്ല, അതൊക്കെ പോട്ടെ. നിന്നൊരു കാര്യം ചോദിക്കണ ചോദിച്ചാണ്. എന്താണ്? ഈ തോർത്താറിന് കീറിയത് പഠിച്ചോനെ. ഇപ്പൊ ഇന്നത്തെ ചിന്താവിഷയം അതാണ്. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയത്? എന്റെ മനുഷ്യനെ, നിങ്ങളിങ്ങനെ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞിട്ട് വന്ന് ഈ കുടുംബത്തിൽ വയക്കുണ്ടാവണേ എന്തിനാ? ചെറുക്ക മോളി കാരണം പിന്നെ ഇവൻ വീയൂലോ. അത് ഞാൻ പറഞ്ഞുതരാ. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയെന്നല്ലേ? അത് കുഞ്ഞപ്പൻ കീറിയതല്ലേ? കുഞ്ഞപ്പൻ കീറുന്ന കുഞ്ഞപ്പൻ? ഞാനില്ലാത്ത സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത്. എന്റെ മനുഷ്യരെ, നിങ്ങളിങ്ങനെ തോക്കി കയറി വിടവയ്ക്കല്ലേ. ഞാൻ പറഞ്ഞുതരാ. ഈ തോർത്തുമുണ്ട് കീറിയതല്ലേ? അത് ഞാൻ പറഞ്ഞുതരാ. പൊക്കിപ്പിടി.
എന്താടി നീ ഇതുവരെ പറയാത്ത ഭർത്താനൊക്കെ ഉണ്ട് പറയണത്? അതല്ല മനുഷ്യനെ, നിങ്ങൾ ഈ കുഞ്ഞപ്പന്റെ കാര്യം പൊക്കി പിടിച്ചാരനെ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഈ തോർത്തുകൊണ്ട് കീറിയതല്ലേ, അത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കീറിയതാ. അത് ശരി, നീ കുളിച്ചോണ്ടിരുന്നപ്പോ കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറിയ. നീ ആ കുഞ്ഞപ്പന്റെ അഡ്രസ് ഒന്നും അന്നത്തെ മണിക്കാൻ ഇടി വാങ്ങിക്കാൻ. എന്റെ മനുഷ്യനെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ കഥ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല സീരിയലിലും പോയി കഥ ഉണ്ടാക്ക്. ഞാൻ പറഞ്ഞുതരാം, ഈ തോർത്തുകൊണ്ട് കീറിയ കഥയല്ലേ, ഈ തോർത്ത് കൊണ്ട് എടുത്തുകൊണ്ട് നമ്മള് തോട്ടിൽ നിന്ന് കുളിക്കായിരുന്നു. അപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ എങ്ങനെ കുഞ്ഞപ്പ അങ്ങനെ കുഞ്ഞപ്പ മൂട് കീറിപ്പോയതാണ്. ഇങ്ങനെ ഇങ്ങനെ അതല്ലേ ഞാൻ വന്നപ്പോ പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ്, കുളിച്ചപ്പ കുഞ്ഞപ്പ കീറിയതാണെന്ന് പറയണ. പൊക്കിപ്പിടി. എന്താടി ഇപ്പൊ വേണ്ടാത്ത വർത്താനൊക്കെ പറയുന്നത്? അല്ല, നിങ്ങളിങ്ങനെ കുഞ്ഞപ്പന്റെ ആരെയോ കുളിച്ച ആരെയോ ഒക്കെ പൊക്കി പിടിച്ചിട്ട് വന്നാ ഞാൻ പിന്നെ എന്താ ചെയ്യണേ? അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ. ആ വാതിക്കൊക്കെ എടുക്കണ ചെരുപ്പാരുടെ ഈ ചെയ്ത്താമോറം ചെരുപ്പ് ഓർത്തിട്ടോ വന്നേ? അല്ല, നിങ്ങളുടെ ചെരുപ്പല്ലേ അത്? എന്റെ ചെരുപ്പ് എങ്ങനെയാണ്? എന്റെ മനുഷ്യരെ, നിങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ പോണെന്ന് പറഞ്ഞ് പോയിട്ട് വെള്ളം അടിച്ച് ചിറുങ്ങി ഇവിടെ വന്നത് ചെരുപ്പ് മേടിച്ചോണ്ട് വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോ ചെരുപ്പ് വാങ്ങി വന്നാ നിന്നെ എനിക്ക് വിശ്വസിക്കൂല. നീ പറഞ്ഞ വിശ്വസിക്കൂല. നമ്മള് പറഞ്ഞ വിശ്വസിക്കൂല. റബ്ബിൽആലമീനായ തമ്പുരാനെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കണം? നമ്മുടെ അങ്ങോട്ട് കൊല്ല്. അടിച്ച് പറത്താതെ ഞാൻ വിശ്വസിച്ചേക്കണം. വിശ്വസിക്കേ. അനക്കല്ലേ വരക്കല്ലേ വിറപ്പിക്കല്ലേ. അനക്കല്ലേ അതല്ല, അതൊരു പാട്ട് കേൾക്കണേന്ന്. അരിപ്പോത്തിരിപ്പോത്ത് എന്ന് പറഞ്ഞ കാസറ്റില്ലേ? അനക്കാന്റെ വീടാ. അതെ, വേഗം പോയി മട്ടൻ മേടിച്ചിട്ട് വാ. പെരുന്നാളൊക്കെ അല്ലേ, മട്ടൻ മഞ്ചൂരാ. വേഗം പോ. അല്ലാതെ നിങ്ങളുടെ ഏതാണ് ഈ മുണ്ട്? അത് നിങ്ങളുടെ മുണ്ട്. എന്റെ മുണ്ട? എനിക്കാകെ വെളുത്ത മുണ്ടില്ലല്ലോ. എന്റെ മനുഷ്യനെ, നിങ്ങളുടെ മുണ്ടാണ്. നിങ്ങളല്ലേ നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വെള്ള മുണ്ട് വേണമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അണ്ണാച്ചിരിന്ന് മേടിച്ച മുണ്ടല്ലേ അത്? കള്ളത്തരം പറയുന്നത് ഞാൻ വിശ്വസിക്കൂല. ഞാൻ പറയുന്നതാണ് കള്ളത്തരം. നമ്മൾ പറഞ്ഞ വിശ്വാസമില്ല. വിശ്വാസമില്ല. റബ്ബിൽആലമീനായ തമ്പുരാനെ നമ്മളെ ഇരിക്കണ്ട, ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഇറച്ചി വാങ്ങിക്കാൻ പോവാൻ വേഗം പോയിട്ട് ഈ മുണ്ടെടുത്ത് പോവാ. ആ മുണ്ട് വേണ്ട, ഈ മുണ്ട് എടുത്തിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ഇത് ആ മുണ്ട് എടുത്തിട്ട് പോവാടി. എന്റെ മനുഷ്യരെ, അതുമ്പോ ചോരയും കറയൊക്കെ ആവുന്നേ. ആരുടെ ചോര? ഈ ഇറച്ചിയുടെ ചോര. ഇറച്ചിയുടെ ചോര? ഞാനല്ലേ ഇറച്ചി വെട്ടണം. ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടും. വേഗം പോയി മേടിച്ചിട്ടോ. ഇത് ആ മുണ്ട് എടുക്കണ്ട. ഞാൻ ഈ മുണ്ട് എടുക്കും. അടച്ചോനെ പോയി. ഹലോ, ആരാ നീ? ആരാ നീ? ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്. വഴിയാത്രക്കാരൻ എന്റെ അടുക്കളയിൽ? ഞാൻ ബസ്സിൽ കൂടെ യാത്ര ചെയ്താണ്. കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് പോകുന്നൊരു ബസ് യാത്രക്കാരാണ്. നീ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എവിടെ പോ? എന്റെ അടുക്കളയിൽ നിൽക്കുന്ന എന്തിനാണ്? അല്ല, ഞാൻ ഇതിലെ കൂടെ പോകുന്ന യാത്രക്കാരനാന്ന് പറഞ്ഞില്ലേ? സത്യം പറടാ, നീ വെള്ളച്ചാരനല്ലേ? എന്താ ഈ പറയുന്നത്? എന്താ വിശ്വാസമില്ല എന്നെ? എന്റെ മനുഷ്യരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ നീ സത്യം പറയണ. നീ ആരടാ? എന്നെ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. നിന്നെ വിശ്വാസമില്ല.